മനുഷ്യരായാലേ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. മിനിറ്റിന് വാക്ക് മാറ്റി പറയാനേ വാക്കിന് വിലയില്ലാത്തവർക്കേ പറ്റൂ. ഒപ്പിടാന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റി? ഈ സിയുടെ കാര്യമൊക്കെ കളവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അറിയാല്ലേ ഞാൻ അങ്ങനെയൊന്നും വിട്ടു പോവില്ലെന്ന്. ഈ ചോദിക്കുന്നതിനൊന്നും മറുപടിയില്ലേ? എന്താ ഒപ്പിടാത്തെന്ന്? ഇപ്പോ ഞാൻ വീഴാൻ പോയപ്പോ എല്ലാം മറന്ന് എന്നെ രക്ഷിച്ച് ചേർത്ത് പിടിച്ചില്ലേ, അതുപോലെ എന്നും എനിക്കും ചേർത്ത് പിടിക്കണം. ഒരു അപകടത്തിലും പെടാതെ, ഒരു വേദനയിലേക്കും വീഴാതെ. വേർപെടാനുള്ള കടലാസിൽ ഒപ്പിടാനിരിക്കുന്നവരെ ഇങ്ങനെ ചേർന്ന് നിന്നാ കാണുന്നവര് തെറ്റിദ്ധരിക്കും. നീ എപ്പോഴാണ് ഇതിനകത്ത് കയറിയത്? നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? എന്നെ കൂടെ കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞാ ഞാൻ തിരിച്ചു പോവുന്നോ? ഓമനക്കുട്ടനെ ഈ മണിക്കുട്ടനെ ശരിക്കും അറിയില്ല. ഞാനൊന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. നീ മാസ്റ്റർ ഡയലോഗ് പഠിക്കുന്നത് അതിന് മാത്രം ആരോഗ്യം ഉണ്ടോ അതിന്റെ ഈ കുഞ്ഞു പൂടക്കകത്ത്? എന്റെ ആരോഗ്യത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഉദയന്നൂരിൽ നിന്ന് ഇവിടം വരെ ഞാൻ പറന്നാ വന്നത്. അത്രയും ദൂരം ഒറ്റയടിക്ക് നിനക്ക് നടക്കാൻ പറ്റോ? അല്ല, അത് പറ്റൂല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നീ തന്നെ ഹെൽത്തി. പാർവതി നല്ല ഫുഡൊക്കെ തരുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും പാർവതി അന്വേഷിച്ച് നീ വീണ്ടും വന്നത്, അല്ലടാ? എടാ മണ്ട, നല്ല മനസ്സുള്ളവരുമായിട്ടല്ലേ ചെങ്ങാത്ത ഉണ്ടാവുക, അല്ലാതെ നല്ല ആഹാരം തരുന്നവരുമായിട്ടല്ല. നിനക്കെപ്പോഴും തിന്നണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാ അങ്ങനെ തോന്നുന്നത്. മോനെ, നീ വെറും തത്തയ്യ, അല്ലാതെ എന്റെ അപ്പൂപ്പനൊന്നും അല്ല കേട്ടോ. അവന്റെ ഒരു ഫിലോസഫി. ഇനി വാ തുറന്നാ നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും. എടാ നീ ശരിക്കും മണ്ടനാ. കിളികൾക്ക് വായല്ല കൊക്ക ഉള്ളത്. എന്ത് വന്നാലും ഇനി ഞാൻ നിന്നെ കൊണ്ടുപോകുന്നില്ല. പിണങ്ങല്ലേടാ ഓമനെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്റെ ഈ തമാശയൊന്നും പുറത്തെടുക്കരുത്. അവിടെ ആന്റിയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. പുറത്തുനിന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ കണ്ണിപ്പെടാതെ നിന്നോളണം. അവരുടെയൊക്കെ കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ അവരൊക്കെ പോകുന്ന പോക്കിൽ നിന്നെ പിടിച്ച് പോക്കറ്റിട്ടുണ്ട് പോകും. അയ്യോ, ഞാനേതെങ്കിലും ഉയരമുള്ള തെങ്ങിന്റെ മണ്ടയിൽ കയറി ഇരുന്നോളാം. ഓമന നേരെ വണ്ടി വിട്ടോ, സ്പീഡ് വണ്ടി വിട്ടോ. ഞാൻ ഈ ഡൈവോഴ്സ് കേസ് ഒരുപാട് കണ്ടതുകൊണ്ട് പറയാ, ലാസ്റ്റ് മോമെന്റ് ഒരാൾ മാറ്റി പറഞ്ഞാൽ പോലും കേസ് തള്ളിപ്പോവും. പോരാത്തതിന് ഉറപ്പില്ലാത്തൊരു കേസിന്റെ വക്കാലത്ത് ഏറ്റെടുത്തതിന്റെ നാണക്കേട് വേറെയും. ആ കുട്ടിയും കൂടെ പൂർണ്ണമായി സമ്മതിച്ചതിന് ശേഷം മതി ഇനി ഒരു മൂവ്. അതിനവര് തമ്മിൽ കല്യാണം കഴിച്ചു എന്നല്ലാതെ വേറൊരു അടുപ്പവും ഇല്ല വക്കീലേ. സത്യം പറയാലോ, ഒരബദ്ധത്തില് വന്നങ്ങ് കേറിയവള അവള്. നമുക്കൊന്നും ചേർന്നൊരു ബന്ധമേ അല്ല വക്കീലേ. അതെനിക്കും തോന്നി. പക്ഷേ ഞാൻ പറഞ്ഞത് ലീഗൽ കോംപ്ലിക്കേഷൻസാ. മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഞാൻ വക്കീലിനെ തന്നെ വിളിച്ചത്. ഈ കേസ് ഏറ്റെടുത്താൽ നമുക്ക് രണ്ടാൾക്കും ഗുണം ഉണ്ടാവുമെന്ന് പറയാൻ. വക്കീലിന്റെ മകളെ പറ്റി എനിക്കറിയാം, ഒരിക്കൽ കണ്ടിട്ടുമുണ്ട്.
എന്തുകൊണ്ടും വിശാലിന് ഏറ്റവും യോജിച്ച ഒരാളായി ഞാൻ ആദ്യമേ ഉറപ്പിച്ചു വെച്ചതാ. അപ്പോഴാ ഈ നാശം ഇങ്ങോട്ട് വന്ന് കേറിയത്. വക്കീലിന് തന്നെ അറിയാലോ, കണ്ണെത്താത്ത ഭൂമിയും അതിലേറെ ബിസിനസ് സാമ്രാജ്യവും സ്വന്തമായിട്ടുള്ള ഒരാളാണ് വിശാലെന്ന്. അറിയാം. കണ്ണിലൊരു കരട് വീണ നമ്മൾ എന്ത് ചെയ്യും വക്കീലെ? മെല്ലെ അതങ്ങ് എടുത്ത് കളയും. ഒന്ന് കഴുകി തുടച്ച് വീണ്ടും കാഴ്ചയുടെ ശക്തി കൂട്ടും. അതുപോലെ തന്നെ വിശാലിന്റെ ജീവിതത്തിൽ നിന്ന് അവളെ അങ്ങ് എടുത്തു കളയാൻ വക്കീല് കൂടെ നിന്നാൽ അത് വക്കീലിനും ഗുണം ചെയ്യും. ഞാൻ പറയുന്നത് വക്കീലിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ, നിങ്ങൾ എത്തിയോ? അകത്തേക്ക് വയ്ക്കാം. വാ. ഇതെന്താ വിശാലേ? വാ, ഇവിടെ വെച്ചോ. ശരി. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. എന്താ മോനെ ഇതില്? ആ, ചോദിച്ചിട്ട് വിശാല പറയുന്നില്ല. എന്തായാലും ആർക്കോ സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് മാത്രം മനസ്സിലായി. സർപ്രൈസോ? ആർക്ക്? ആ, മനസ്സിലായി. ഇത് പാർവതിക്ക് വേണ്ടി വാങ്ങിയ ഏതോ ഗിഫ്റ്റ് അല്ലേ? ശരിയല്ലേ വിശാൽ ബ്രോ? പാർവതിക്കുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ വല്ല ആട്ടുകല്ലോ മറ്റോ ആയിരിക്കും. ആ, അടുക്കളക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് അതൊക്കെയാണല്ലോ. ഷാൻലിയർ ഇവിടെ തൂക്കിയ ഈ ഹാളിന്റെ ലുക്ക് തന്നെ മാറും. അമ്മ, ആ അമ്മേ, ഇതെങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. ഇഷ്ടായോ? അത് പറ. എല്ലാവർക്കും ഇഷ്ടായോ എന്ന് ചോദിക്കേ. എല്ലാവരുടെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. അമ്മയ്ക്ക് ഇഷ്ടായോ? അത് പറ. കഴിഞ്ഞ ആഴ്ച ഷോപ്പിങ്ങിന് പോയപ്പോ ഇതുപോലൊരു ഷാൻലിയർ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഗോപിയേട്ടൻ അത് വാങ്ങാൻ സമ്മതിച്ചില്ല. ഇതുപോലൊരു ഷാൻലിയർ അല്ല, ഇത് തന്നെ അമ്മ കണ്ടുവച്ചിരുന്നത്. അതുകൊണ്ടാ അമ്മയ്ക്കുള്ള ഗിഫ്റ്റായി ഞാൻ ഇത് തന്നെ വാങ്ങിയത്. ചേച്ചിക്ക് ഗിഫ്റ്റോ? അതെന്തിനാ? നാളെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? മോനെ, എന്റെ വയറ്റിൽ പിറന്നിട്ടുണ്ട് 2 എണ്ണം. അവർക്ക് പോലും അത് ഓർമ്മയുണ്ടാവില്ല. നീയാ മോനെ ഈ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല. അമ്മ വാ. എന്താ ഇത്ര വലിയ ഗിഫ്റ്റ്? ഗാർഗി, എന്താ ഇത്? ഷാൻലിയർ എന്നാ പറയാ. എന്നുവെച്ചാ വലിയ ലൈറ്റ്. അലങ്കാരത്തിനുള്ളതാ. വിശാല് പ്രഭാവതിക്ക് കൊടുത്ത പിറന്നാൾ സമ്മാനമാ. അത് കേട്ടപ്പോ നിന്റെ മുഖം എന്താ വാടിയത്? അസൂയാണ് ചേച്ചി. ബാക്കിയുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോ അവക്ക് കണ്ണുകടിയാ. എന്റെ മോൻ എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. ഞാനിത് പുഴുങ്ങി തിന്നത്തൊന്നുമില്ല. ഈ ഹാളിൽ തന്നെ തൂക്കിയിടും. ഇവിടെ തൂക്കുന്നോ? വേണ്ട, ഈ സാധനം ഇവിടെ വേണ്ട. അച്ഛമ്മേ, ഒന്ന് പറയോ ഇതിവിടെ വേണ്ടെന്ന്? ചേച്ചി, ഓരോരുത്തരെ നിർത്തേണ്ടടുത്ത് നിർത്തണം ചേച്ചി. ഇല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും.
അടുക്കളക്കാരി കുടുംബകാര്യത്തിൽ കയറി തലയിടും. വീട്ടുകാര് സംസാരിക്കുന്നിടത്തേക്ക് കയറി വരരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓടി ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാൻ. വരാനല്ലേ പറഞ്ഞത്? ഓടി ഇങ്ങോട്ട് വരാൻ. ആ വലിയ ലൈറ്റ് ഈ വീട്ടിൽ വേണ്ട അച്ഛമ്മേ, അതിവിടെ വയ്ക്കാൻ പാടില്ല. ഇങ്ങോട്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കെന്തോ ഒരു ഭയം. വരാൻ. ഓടി ഗാർഗി, ഓടി ഇവിടെ. ഇങ്ങോട്ട് വരാൻ. തൂക്കാനും തുടയ്ക്കാനും അല്ലാതെ ഇന്നിനി പുറത്തേക്ക് ജോലിക്കാർക്ക് പ്രവേശനമില്ല. മനസ്സിലായില്ലേ? ഇനി ഇത് മറന്നാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിന്നോട് പെരുമാറുന്നത്. ഓർമ്മ വേണം. എന്റെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഞാനായിരിക്കില്ല, വിശാലായിരിക്കും. അവൻ എനിക്ക് തന്ന ഗിഫ്റ്റിനേക്കാൾ വലിയ ഗിഫ്റ്റാ ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത്. ചേച്ചി ഉദ്ദേശിച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി നേരിട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചതുകൊണ്ട് ആ പെൺകുട്ടികൾ വരും. പക്ഷേ ചേച്ചി, മദാമ്മമാരുടെ നാട്ടിൽ ഒരു നിയന്ത്രണം ഇല്ലാതെ കഴിഞ്ഞിട്ട് പോലും വിശാൽ ഒരു മരുന്നിന് പോലും പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. ചേച്ചി ചൂണ്ടയിൽ കുരുത്തിട്ട് കൊടുക്കുന്ന അപ്സരസുകളെ കണ്ട് അവൻ കൊത്തണമെന്നില്ല. അവനായിട്ട് അവരുടെ കെണിയിൽ പോയി ചാടിക്കൊടുക്കില്ല. ആ പെൺകുട്ടികൾ അവനെ വീഴ്ത്തണം. എങ്കിലേ ചേച്ചി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കൂ. വിശാലിനെ പോലെ എല്ലാം തികഞ്ഞൊരു ചെറുപ്പക്കാരനെ സ്വന്തമാക്കാൻ കിട്ടുന്നൊരു ചാൻസ് അവരെ വിട്ടുകളയോടാ. അത് ഞാൻ സമ്മതിച്ചുതരാം. പക്ഷേ ഒരു പാത്രം പാൽപായസം ചീത്തയാവാൻ ഒരു തരി പാഷാണം മതിയല്ലോ. അത് ചേച്ചി മറക്കണ്ട. നീ എന്താ ഉദ്ദേശിച്ചത്? വിശാലിനൊരു ഭാര്യയുണ്ടെന്ന് ചേച്ചിയെ പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബർത്ത്ഡേ പാർട്ടിക്ക് വരുമ്പോ അവര് പാർവതിയെ കാണില്ലേ? അതാരാണെന്ന് ചോദിച്ച ചേച്ചി എന്ത് പറയും? പാർവതി അടുക്കളയിലല്ലേ. പാർട്ടിക്ക് വരുന്നവരെ അടുക്കളയിൽ കയറി നോക്കൂ. പാർട്ടി നടക്കുന്നിടത്തേക്ക് അവൾ വന്നാലോ? അടുക്കളയിൽ സെക്യൂരിറ്റി നിർത്താനൊന്നും പറ്റില്ലല്ലോ. സെക്യൂരിറ്റി ഒന്നും വേണ്ട. അവള് പാർട്ടി നടക്കുന്നിടത്തേക്ക് വരാതെ നോക്കാൻ നീയും വിനയും ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാ മതി. ചേച്ചി എന്ത് മണ്ടത്ര ചേച്ചി പറയുന്നേ? അവളെ തടഞ്ഞാലേ കൂടുതൽ പ്രശ്നമാവുക. അവൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ കളികൾ പൊളിക്കാൻ അവളുടെ ഭാഗത്ത് ഗാർഗി രാധികയൊക്കെ ഉണ്ടാവും. അത് ഓർമ്മ വേണം. ഞാൻ എന്തു വേണമെന്നാ നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു എന്ന് വെച്ച് ചേച്ചി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ ഈ സാധ്യത പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് അവസാന നിമിഷം ചീറ്റിപ്പോകാനല്ലല്ലോ. ഹലോ, അതെ, പ്രഭാവതി ഗോപിനാഥാണ്. ചേച്ചി വളഞ്ഞു മൂക്കി പിടിക്കുന്നതാ പ്രശ്നം. വിശാലിനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് സ്വത്ത് കൈക്കലാക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ വിശാലിനെ കൊന്നിട്ട് സ്വത്ത് കൈക്കലാക്കുന്നത്? ബർത്ത്ഡേ പാർട്ടി കഴിയുമ്പോൾ നടക്കാൻ പോകുന്നത് വിശാലിന്റെ കല്യാണമല്ല, ശവോടക്കം. ഹലോ മോനെ, അമ്മയാ. എന്താ അമ്മേ? ഇവിടെ പിറന്നാളാഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇക്കുറി കുറച്ച് വിപുലമായിട്ട് ആഘോഷത്തിന് പുറത്തുനിന്ന് ആരൊക്കെയോ ക്ഷണിച്ചിട്ടുണ്ട്. പ്രഭാവതിയും പ്രതാപനും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. പ്രഭാവതിക്ക് ഓരോ സമയത്ത് ഓരോരോ തോന്നലല്ലേ അമ്മേ?
അവൾ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പിന്നെ അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അമ്മ ആ ഭാഗത്തേക്കേ പോണ്ട, മുറിയിലിരുന്നാ മതി. അതല്ലടാ, ഇവിടുത്തെ ഒരുക്കങ്ങളും മറ്റും കാണുമ്പോഴേ വിശാലിന്റെ പിറന്നാളിന് പോലും അവൾ ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല. പ്രഭാവതി എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നേ? പാർവതിയുടെ മുഖത്തെ എന്തോ പേടിയും പരിഭ്രമവും ഒക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും തുറന്നു പറയുന്നുമില്ല. എനിക്കിവിടെ കിടന്ന് തീ തിന്നാൻ വയ്യ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ, അമ്മ സമാധാനമായിട്ടിരിക്കും. ഞാൻ ഉടനെ അവിടെ എത്താം. ശരി മോനെ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഏയ്, നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട, കെട്ടിക്കോ. സർ, ദയവ് ചെയ്ത് ഇത് കെട്ടണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ അപേക്ഷ, പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതിവിടെ തൂക്കിക്കോളൂ. എടി, നീ നല്ല അസല് മണ്ടിയാണല്ലോ. ചേച്ചിക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനം പിറന്നാൾ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കാണേണ്ടത്. കെട്ടിക്കോ. സർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. പാർവതി, നീ ഇതിലൊന്നും തലയിടാൻ നിൽക്കണ്ട. ഇതൊക്കെ നോക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന അടുക്കളക്കാരി നോക്കാൻ വേണ്ടി മാത്രമാണ്. അത് മാത്രം നോക്കിയാൽ മതി. അങ്ങോട്ട് തന്നെ. ചേട്ടാ, ഇതിവിടെ കെട്ടല്ലേന്ന് പറ ചേട്ടാ. പാർവതി, നീ പോകാൻ നോക്കിയേ. സർ, ഞാൻ പറയുന്നത് സാർ, അത് കെട്ടണ്ട. അയ്യോ, വിശാൽ സാറ്. എന്താ പാർവതി? എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഗാർഗി. വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാ എന്റെ മനസ്സിൽ ഞാൻ കാണുന്നത്. അതവിടെ കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പ്രതാപൻ സാർ കേൾക്കുന്നില്ല. ഗാർഗി തന്നെ ചെന്നൊന്ന് പറ ഗാർഗി. ചെല്ല്. അങ്കിളെ, പാർവതിയുടെ മുഖം കണ്ടില്ലേ? വല്ലാതെ പേടിച്ചിരിക്കുക. അവള് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. തൽക്കാലം ഈ ഷാൻലിയർ തൂക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. എന്റെ ഗാർഗി അവക്ക് വട്ട. അതിനകത്ത് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. വിശാൽ ചേച്ചിക്ക് കൊടുത്ത ഈ ഗിഫ്റ്റ് ഇന്ന് ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാരും കാണണം. അത് ചേച്ചിക്കൊരു അഭിമാനമല്ലേ? നിങ്ങൾ എന്ത് നോക്കിയേക്ക? പിടിച്ച് കേട്ടോ നോക്കണോ? കാട്ടുപോത്തിനോട് കാര്യം പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടോ പാർവതി? അങ്കിൾ എന്തെങ്കിലും ചെയ്യട്ടെ. കാട്ടുപോത്ത് നിന്റെ ആ, ഭർത്താവിന്റെ അമ്മയുടെ ആങ്ങള, പേര് പ്രതാപൻ. പാർവതി വന്നേ. വാ. 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 അത് കേട്ടരുതെന്ന് പറ. ഇടം അങ്ങോട്ട് നോക്കി അത് കെട്ടടോ വേഗം.